പഹൽഗാം ടൗണിൽ നിന്നും ഏതാണ്ട് 6.4 കിലോമീറ്റർ മാത്രമാണ് ഈ ബൈസൺ വാലിയിലേക്കുള്ളതെങ്കിലും ഏതാണ്ട് 1 മണിക്കൂറിലധികം സമയം അവിടേക്ക് എത്താൻ എടുക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ സമയം കൊണ്ട് രക്ഷപ്പെടാം എന്ന രീതിയിലായിരുന്നു ഈ ഓപ്പറേഷൻ എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. വിനീത വി.ജി. ഡൽഹിയിൽ നിന്ന് ചേരുന്നു. വിനീത, ഡൽഹിയിൽ ഇപ്പോൾ തിരക്കിട്ട നീക്കങ്ങൾ നടക്കുന്നു. അവിടെ പ്രധാനമന്ത്രി വിളിച്ച യോഗം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ആരൊക്കെയാണ് യോഗത്തിൽ പങ്കെടുക്കുന്നത്? നിർണായകമായ ചില തീരുമാനങ്ങൾ ഈ യോഗത്തിൽ ഉണ്ടാകും. ഒരു തിരിച്ചടിക്ക് ഇന്ത്യ പോവുകയാണ് എന്നൊക്കെയുള്ള സൂചനകൾ നേരത്തെ പുറത്തു വന്നിരുന്നു. എന്താണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ, വിനീത? പ്രജൻ, ഞാനിപ്പോൾ നിൽക്കുന്നത് പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുൻപിലാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്ന പോലെ തന്നെ വസതിയിൽ ഇപ്പോൾ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉൾപ്പെടെ ഇവിടെ എത്തിയിട്ടുണ്ട്. യോഗം ആരംഭിച്ചിരിക്കുകയെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മറ്റ് മന്ത്രിമാരടക്കം ഇവിടെ എത്തിയിരിക്കുകയാണ്. നിർണായക യോഗം തന്നെയാണ്. ഇന്നത്തെ ദിവസത്തെ സംബന്ധിച്ചിടത്തോളം അത്രമേൽ നിർണായകമായിട്ടുള്ളൊരു യോഗം തന്നെയാണ്. ഈ സ്ഥിതിഗതികളടക്കം ജമ്മു കാശ്മീരിലെ നിലവിലെ സുരക്ഷാ സംവിധാനങ്ങളൊപ്പം തന്നെ അവിടെ ഈ ഗ്രൗണ്ട് ലെവലിലേക്കടക്കം നേരിട്ടെത്തി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കാര്യങ്ങളൊക്കെ തന്നെ നിരീക്ഷിച്ചിട്ടുണ്ട്. ഈ കാര്യങ്ങൾ ഉൾപ്പെടെ ഇന്നത്തെ ഈ യോഗത്തിൽ അമിത്ഷാ പ്രധാനമന്ത്രിയുമായി സംസാരിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഒപ്പം തന്നെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും ഇവിടെ എത്തിയിട്ടുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുൻപിൽ നമുക്ക് കാണാൻ കഴിയുന്നത് പോലെ തന്നെ നേതാക്കളും മന്ത്രിമാരടക്കം ഇവിടെ എത്തിയിരിക്കുകയാണ്. ഒപ്പം തന്നെ ഈ യോഗം ഇതിനോടകം ആരംഭിച്ചിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിർണായകമായിട്ടുള്ള ചില തീരുമാനങ്ങൾ ഈ യോഗത്തിൽ കൈക്കൊണ്ടേക്കും. ശക്തമായിട്ടുള്ള തിരിച്ചടി ഉണ്ടാകുമെന്ന് തന്നെ നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നതാണ്. അല്പസമയം മുൻപ് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അടക്കം സംസാരിച്ചപ്പോഴും അദ്ദേഹം പറഞ്ഞത് തനിക്ക് ഈ ജനങ്ങളോട് പറയാനുള്ളത് ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. ശക്തമായിട്ടുള്ളൊരു തിരിച്ചടി ഈ ഘട്ടത്തിൽ ഉണ്ടാകും. അതിന് കൃത്യമായിട്ടുള്ള നടപടിക്രമങ്ങൾ ഞങ്ങൾ സ്വീകരിക്കുമെന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് സംബന്ധിച്ചുകൊണ്ടുള്ള തുടർ നടപടികൾ ഒക്കെ ഇന്നത്തെ ഈ യോഗത്തിൽ ചർച്ചയാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതാണെങ്കിലും ഇന്നത്തെ ഈ യോഗം വളരെയധികം നിർണായകമായിട്ടുള്ള ഒരു യോഗം കൂടിയാണ്. നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് പോകുമ്പോൾ ഒരിക്കൽ കൂടി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പ്രധാനമന്ത്രിയുടെ വസതിയാണ്. ആ വസതിക്ക് മുൻപിൽ മന്ത്രിമാരടക്കം എത്തിയ വാഹനങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ യോഗം ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. ഈ ആശുപത്രിയിലെത്തി ജമ്മു കാശ്മീരിലെ വിവിധ മേഖലകളിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ സന്ദർശനം നടത്തിയിട്ടുണ്ടായിരുന്നു. ആശുപത്രിയിലെത്തി അദ്ദേഹം അവിടുത്തെ ഈ ആക്രമണത്തിൽ പരിക്കേറ്റവരുമായി അദ്ദേഹം നേരിട്ട് സംസാരിച്ചു. ഒപ്പം തന്നെ ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ ബന്ധുക്കളുമായി അദ്ദേഹം സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഈ ആക്രമണം നടന്ന മേഖലയിലടക്കം അദ്ദേഹം നേരിട്ടെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് അദ്ദേഹം ജമ്മു കാശ്മീരിൽ നിന്ന് ഈ യോഗത്തിൽ പങ്കെടുക്കുന്നതിനായി ഡൽഹിയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഈ യോഗം ആരംഭിച്ചിരിക്കുകയാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നിർണായകമായിട്ടുള്ള യോഗം തന്നെയാണ്. നയതന്ത്ര മേഖലയിൽ ഒപ്പം തന്നെ പ്രതിരോധ മേഖലയിലും അടക്കം കനത്ത തിരിച്ചടി പാകിസ്ഥാന് നൽകുമെന്ന് തന്നെയാണ് ഇന്ത്യ പറഞ്ഞിരിക്കുന്നത്. അത് സംബന്ധിച്ചുകൊണ്ടുള്ള നിർണായക ചർച്ചകൾ ഈ യോഗത്തിലുണ്ടാകും. ഏതു തരത്തിൽ ഇനി നീക്കം മുന്നോട്ട് കൊണ്ടുപോകണം അടക്കമുള്ള കാര്യങ്ങൾ ഇന്നത്തെ ഈ യോഗത്തിൽ ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഇപ്പോൾ അദ്ദേഹത്തിന്റെ വസതിയിൽ യോഗം പുരോഗമിക്കുകയാണ്.